Hi, hello dear students. Welcome back to Future Plus Academy. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിസംബർ 2025 ടേം ആൻഡ് എക്സാമിനേഷന്റെ ഹാൾ ടിക്കറ്റ് വന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഹാൾ ടിക്കറ്റ് റിലീസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറേ സ്റ്റുഡൻസ് ഹാൾ ടിക്കറ്റ് എങ്ങനെയാണ് മിസ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരുമെന്ന് ചോദിച്ചിരുന്നു. സോ ആ ഒരു ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സോ ഇത് ഇഗ്നോയുടെ സൈറ്റാണ്. ഇതല്ലാതെ നിങ്ങൾക്ക് സമർത്ത് പോർട്ടൽ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ് ലോഗിൻ വഴിയാണ് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ലിങ്ക് എവിടെയാണ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. സമർത്ത് പോർട്ടലിലെ ലിങ്ക് കൊടുക്കാം. സോ ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നുണ്ടാവും. സോ ഡീറ്റെയിൽസ് ചോദിച്ച്, അതായത് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ചോദിക്കും. പാസ്വേഡ് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു അനൗൺസ്മെൻറ്റ്, ഇങ്ങനെയാണ് ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങളിപ്പോൾ ഈ കുട്ടി BCom പഠിക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെയാണ് നമ്മൾ ചെയ്തത്. അതിൽ ഇവിടെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ടാവും. ഇവിടെ ഫോർ അഡ്മിറ്റ് കാർഡ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അഡ്മിറ്റ് കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് വരിക. സോ ഇതാണ് നിങ്ങളുടെ ഈ 2025 ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷനിലേക്കുള്ള അഡ്മിറ്റ് കാർഡ്. ഇങ്ങനെ ഉണ്ടാവുക. സോ ഇത് നോക്കി നോക്കൂ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഡ്മിറ്റ് കാർഡാണ്. എൻറോൾമെൻറ്റ് നമ്പർ, പ്രോഗ്രാം കോഡ്, പ്രോഗ്രാം നെയിം, പേര്, സ്റ്റുഡൻറ്റിൻ്റെ പേര്, സെൻറ്റർ കോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എവിടെയാണ് എക്സാം സെൻറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പരീക്ഷ, ഏത് പരീക്ഷയ്ക്കാണ് ആ കുട്ടി അപ്ലൈ ചെയ്തത് അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഹാൾ ടിക്കറ്റ് കിട്ടിയാൽ പോലും ഹാൾ ടിക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ കറക്റ്റായിട്ട് ഈവനിങ് സ്ലോട്ടാണോ മോർണിംഗ് സ്ലോട്ടാണോ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. സമയം ഇവിടെ കൊടുത്തിട്ടുണ്ട്, എക്സാമിന് ടൈം. അപ്പോൾ ഇത്രയാണ് അഡ്മിറ്റ് കാർഡ് അഥവാ ഹാൾ ടിക്കറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഹാൾ ടിക്കറ്റ്. ഇതിൽ തന്നെ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് എടുക്കുകയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത്രയും ഈസിയാണ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അഥവാ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. സോ എല്ലാവരും മറക്കാതെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സമർത്ഥ പോർട്ടലിൽ. അതിൽ കയറി കറക്റ്റായിട്ട് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും അതിൻ്റെ താഴെ ഒരു ക്യാപ്ച ID ഉണ്ട്, അതും ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ കൊടുക്കുമ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് അഥവാ അഡ്മിറ്റ് കാർഡ് ലഭ്യമാവും കേട്ടോ. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ ഇങ്ങനെയുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക് യു സോ മച്ച്.